BS6 ദാമോദർ ബോഡിയിൽ ആദ്യം ഇറങ്ങിയ വണ്ടികളിൽ ഒന്നാണ് നമ്മുടെ സെറ അല്ലേ? BS6 ഫസ്റ്റ് ജനറേഷൻ വണ്ടിയാണ്. ഈ ഒരു ഡിസൈൻ ഇല്ലേ, ഇതാണ് ദാമോദർ ബോഡിന്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത്. ഒരു ഐഡന്റിറ്റിക്കൽ ആയിട്ടുള്ള ഡിസൈൻ ആണല്ലേ. 10 ചേസ് ഒക്കെ പോയിട്ടുള്ളത് നമ്മുടെ 13.5 മീറ്റർ തന്നെയാണ് ഫുൾ എയർ. 13.5 ആറെണ്ണല്ലേ? ഞാൻ ഇരിക്കുന്ന സീറ്റാണെങ്കിൽ തന്നെ ഞാൻ കാണിച്ചു തരാം മച്ചാമാരെ. ഈ സീറ്റിനും പ്രത്യേകത ഉണ്ട്. ഇത് ഫോൾഡബിൾ ആണ്. ഇത് ഫോൾഡബിൾ അല്ല, പക്ഷേ ഈ സീറ്റ് ഫോൾഡബിൾ ആണ്. ഇത് കണ്ടില്ലേ, നമ്മൾ മടിവാളയിൽ നിന്നും, അതായത് ബാംഗ്ലൂർ മടിവാളയിൽ നിന്ന് നമ്മളെ ട്രിപ്പ് യാത്ര സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. വെള്ളിയാഴ്ച ആയതുകൊണ്ട് നല്ല ബ്ലോക്ക് ഉണ്ടാവും. അവിടെ നിന്ന് കഴിച്ചിട്ട് ടൈം എടുക്കൂലേ? മച്ചമാൻ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ നമ്മുടെ റോഡിലെ രാജാക്കന്മാർ സീരീസിൻ്റെ ഒരു പുത്തൻ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ അത് എവിടെയെന്ന് ചോദിച്ചാൽ ബാംഗ്ലൂരാണ്. ബാംഗ്ലൂർ മടിവാളയിലാണ് കേട്ടോ. നമ്മുടെ ഇന്നത്തെ യാത്ര, അതായത് ബാംഗ്ലൂരിൽ നിന്നും തിരിച്ചുള്ള നമ്മുടെ നാട്ടിലേക്കുള്ള യാത്രയാണ് ഇന്നത്തെ വീഡിയോ അല്ലേ മച്ചാമാരെ? നമ്മൾ സെറ ട്രാവൽസിലാണ് പോണത്. ആരെ കൂടെ പോണത്? നമ്മൾ ദാമോദരേട്ടനെ കൂടെ പോണത്. അതെ, ഈ വണ്ടി കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ടാവും ഒരു ദാമോദരേട്ടനെ കുറിച്ച്. അപ്പോൾ ഇതാണ് ആ ദാമോദരേട്ടൻ. ദാമോദർ ബോഡിയിൽ വന്നിട്ടുള്ള ഒരു വണ്ടിയാണ്. നല്ല രസമാണ് വണ്ടിയുടെ ആ ഒരു സൈഡ് വ്യൂവും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. തൊട്ടുപുറത്തായിട്ട് നമ്മുടെ കേരളത്തിലെ വേറെ കുറച്ച് കുട്ടന്മാർ കൂടെ ഉണ്ട്. അതായത് നമ്മുടെ വണ്ടിയാണത്. അതെ, സൂര്യ കണക്റ്റിന്റെ ഒരു വണ്ടി ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും പോകാനായിട്ടുണ്ട്. നമുക്ക് നൈസ് ആയിട്ടുള്ള വണ്ടിയിലേക്ക് കയറാം, നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യാം. പരിചയപ്പെടലൊക്കെ ബാക്കി കാര്യങ്ങളൊക്കെ വഴിയേ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഒരു ഓവറോൾ ക്യാബ് എന്ന് പറയുന്നത്. ചേട്ടന്മാരൊക്കെ നമുക്ക് പരിചയപ്പെടാൻ കണ്ടില്ലേ, ഫുൾ സ്ലീപ്പർ വണ്ടിയാണ് അല്ലേ? ഇവിടെ സ്ലീപ്പർ ആണ്. നമ്മൾ ആദ്യമായിട്ടാണ് ഒരു എന്താണ് ദാമോദർ ബോഡി ചെയ്യുന്നത്. അതിന്റെ മാറ്റങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. എല്ലാ രീതിയിലും മാറ്റങ്ങളുണ്ട്. ഇപ്പൊ ഇരിക്കുന്ന സ്ഥലം മുതൽ അശോക് ലെയ്ലാൻഡ് ആണ്. അതുകൂടെ അതെ, BS6 അശോക് ലെയ്ലാൻഡിൽ വരുന്ന ഒരു വണ്ടിയാണ്. അശോക് ലെയ്ലാൻഡ് ചേസിസിൽ ദാമോദർ ബോഡി. ചേട്ടായിനൊന്ന് നോക്കി വെച്ചോളി. കാരണം നമ്മൾ ഫസ്റ്റ് തുടങ്ങി, അതായത് ഈ ഫീൽഡിലേക്ക് വന്ന് തുടക്കകാലത്ത് നമ്മളെ കണ്ടുപരിചയ ഒരാളാണ് ഇത്. ഡയറക്റ്റ് കണ്ടുപരിചയ ഒരാളാണ് ഇത്. അതായത് ട്രാവൽ മേറ്റ്. നമ്മളെ യൂട്യൂബ് ചാനൽ തുടങ്ങി സ്റ്റാർട്ടിങ് ടൈമിൽ നമ്മളെടുത്ത വീഡിയോകൾ ഒന്നായിരുന്നു ട്രാവൽ മേറ്റിന്റെ വീഡിയോ. ആ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെട്ടായിരുന്നു ചേട്ടൻ. അതെ. അപ്പോൾ നമ്മളെ വണ്ടിയുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ രാവിലെ വരെ ഞങ്ങൾ ഇവിടെ ഉണ്ടാവും. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പുട്ടുന്നത് തേങ്ങടന്മാര് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരാം കേട്ടോ. അപ്പോൾ അച്ഛന്മാരെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ മടിവാളയിൽ നിന്നും, അതായത് ബാംഗ്ലൂർ മടിവാളയിൽ നിന്ന് നമ്മളെ ട്രിപ്പ് യാത്ര സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. വെള്ളിയാഴ്ച ആയതുകൊണ്ട് നല്ല ബ്ലോക്ക് ഉണ്ടാവും. അവിടെ നിന്ന് കഴിച്ചിട്ട് ടൈം എടുക്കൂലേ? ബ്ലോക്ക് ഒന്ന് കഴിഞ്ഞിട്ട് ടൈം എടുക്കും പറയും. സമയം പിടിച്ചത് കുറച്ച്. എന്താ പേരെന്ന് പറഞ്ഞത്? എൻ്റെ പേര് സുധീഷ്. സുധീഷേട്ടനാണ് നമ്മളെ അന്ന് കണ്ടു പരിചയമുണ്ടെന്ന് പറഞ്ഞേട്ടെ. പിന്നെ രഞ്ജിത്തേട്ടനുണ്ട്. രഞ്ജിത്തേട്ടാ നമസ്കാരം. രാവിലെ വരെ ഞങ്ങൾ ഉണ്ടാവുന്ന കൂടെ. നമ്മള് ഇവിടുന്ന് ശരിക്കും പിക്കപ്പ് 10:45. 10:45 പിക്കപ്പ്. അവിടെ ഏകദേശം ടൈം എപ്പോഴാണ്? എറണാകുളം രാവിലെ 8 മണി 9 മണി 8 മണിയാകുമ്പോൾ നേരെ കാക്കനാടല്ലേ? നേരെ കാക്കനാട് വൈറ്റില പോയിട്ട് പിന്നെ കാക്കനാടിക്ക് പോകും അല്ലേ? ഓക്കെ. അച്ഛന്മാരെ വേറെ സംഭവം എടുത്ത് പറയാൻ കേട്ടോ. നമ്മൾ ക്യാബിൻ്റെ കാര്യം ആദ്യം തന്നെ അങ്ങോട്ട് പറയാം. ദാമോദർ ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ റിവ്യൂ ചെയ്ത ബോഡിയിൽ നിന്നും ഒത്തിരി മാറ്റമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പ്രകാശ് ബോഡിയൊക്കെ ആണെങ്കിൽ തന്നെ ഇവിടെ ഒരു ഫോൾഡബിൾ സീറ്റാണ് വരിക. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഫോൾഡബിൾ സീറ്റ് അല്ല. ഞാൻ ഇരിക്കുന്ന സീറ്റാണെങ്കിൽ തന്നെ ഞാൻ കാണിച്ചു തരാം മച്ചാന്മാരെ. ഈ സീറ്റിനും പ്രത്യേകത ഉണ്ട്. ഇത് ഫോൾഡബിൾ ആണ്. ഇത് ഫോൾഡബിൾ അല്ല, പക്ഷേ ഈ സീറ്റ് ഫോൾഡബിൾ ആണ്. ഇത് കണ്ടില്ലേ, ഈ സീറ്റ് മടക്കി വെച്ചിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഉള്ളിലേക്ക് പാസഞ്ചർ കയറി പോകാൻ പറ്റില്ല. അതെ, ഇപ്പോൾ പാസഞ്ചർ ഒന്നും കയറില്ല എന്നുണ്ടെങ്കിൽ ഇത് ഇപ്പോൾ ഇലക്ട്രോണിക് സീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾ കയറുണ്ടാവില്ലല്ലോ. ആ, അത് കഴിഞ്ഞാൽ പിന്നെ അത് ക്ലോസ് ചെയ്യും. വേണ്ടവർക്ക് ഇവിടെ ഇരിക്കാം, എല്ലാവർക്കും ഉള്ളിൽ പോയി കിടന്നുറങ്ങാം. പക്ഷെ ഇത് ഇങ്ങോട്ട് നീക്കി സുഖസുന്ദരമായിട്ട് ഒരു 2-3 പേർക്ക് ഇവിടെ ഇരിക്കാം. ഒന്ന് കയറി ഇരിക്കണം. ഞാൻ കയറി സുഖസുന്ദരമായിട്ട് കിടക്കലേ നേരെ വേണമെങ്കിൽ കിടക്കാൻ ശരിക്കും കിടക്കാം. ഒരു ബർത്ത് ഉണ്ട്. അത് പിന്നെ കോമൺ ആണ്. പിന്നെ വേറെ സംഭവം ശ്രദ്ധിച്ചു നിങ്ങൾ, എന്താണ് പറയും, ഈ പോർഷൻ പ്രകാശിനെ കാണുന്നുണ്ടെങ്കിൽ ഈ പോർഷനൊക്കെ വെറുതെ കിടക്കുക ചെയ്യാം. അതെ അതെ അതെ, ഇത് മൊത്തം കവർ ചെയ്തു സ്റ്റോറേജ് സ്പേസ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടില്ല ഇവിടെ. അതെ, ഇത് വീണ്ടും മടിവാളന്നെ കറങ്ങി വന്നു. അപ്പൊ അച്ഛന്മാരെ നമ്മളെ വണ്ടിയുടെ ക്യാബിൻ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അതിലിടയ്ക്കാണ് വണ്ടി ഒന്ന് നിർത്തി ഒരാളെ കയറ്റിയത് പറ്റാ ആളുകൂടി നിർത്തിയിട്ടുണ്ട്. നമ്മുടെ ഡ്രൈവറാണ്.
ഇവർ രണ്ടുപേരാണ് മാറി മാറി ഓടിച്ചു പോണത്. അതെ, ഇനിയിപ്പോ പെരുന്തുറ വെച്ചിട്ട് മാറും. വാഷ്റൂം കൊടുത്തിട്ട് അവിടുന്ന് ഡ്യൂട്ടി ചേഞ്ച് ആവും. നമ്മൾ ശരിക്കും പെരുന്തോറന്ന് ആൾറെഡി കണ്ടിട്ടുണ്ട് വണ്ടി. അതായത് കഴിഞ്ഞ വീഡിയോ എടുത്ത സമയത്തും സറണ്ടർ 2 വണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല. പലപ്പോഴായിട്ട് നമ്മൾ അതിന് പിന്നെ എറണാകുളത്ത് എപ്പോഴും കാണുന്നതല്ലേ സാർ? ഞാൻ കിടന്ന് ഉറക്കായിരുന്നു. നല്ല സുഖസുന്ദരമായിട്ട് ഉറങ്ങിയില്ലേ? അതെ, സുഖസുന്ദരായിട്ട് ഉറങ്ങി. വെട്ടം കയറില്ല, വെട്ടങ്ങട്ട് കയറട്ടെ. കറക്റ്റൊക്കെ നീക്കിയിട്ടേ ശരിക്കും പറഞ്ഞാൽ അങ്കമാലി കഴിഞ്ഞു. അതെ, അങ്കമാലിയൊക്കെ കഴിഞ്ഞു. ഇന്നലെ എന്താ വെച്ചാൽ നമ്മളൊരു ബാംഗ്ലൂർ ടൗണൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു 1.5 മണിക്കൂർ ക്യാബിൽ തന്നെ ആയിരുന്നില്ലേ? 1.5 ഞാൻ പിന്നെ ഒരു 3/4 മണിക്കൂർ വീണ്ടും ഇല്ല ഇതിന്. ഭയങ്കര രസമാണ് ഈ നൈറ്റ് ഇങ്ങനെ ഓടി വരുന്ന കാണാൻ. ഈ ബസ്സുകൾ ഇങ്ങനെ ഓവർടേക്ക് ചെയ്ത് ഇങ്ങനെ ക്യാബിൽ നമുക്കൊരു കുറേ കാലമായിട്ട് ഇങ്ങനെ മിസ് ചെയ്യേണ്ട സംഭവം കൂടിയല്ലേ. കാരണം നമ്മൾ ഒരുപാട് കാലമായിട്ട് ഇപ്പോൾ ടൂറിസ്റ്റ് ബസ്സിൻ്റെ സംഭവമൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നൈറ്റ് സർവീസ് ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ ക്യാബിൽ പോയിരിക്കുമ്പോൾ വേറെ ഫീലാണ്. അതെ, വിഷ്വൽസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവല്ലോ, നമ്മൾ ആൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട് വിഷ്വൽസ്. അത് കഴിഞ്ഞ് വന്ന് കിടന്നാൽ നല്ല സുഖസുന്ദരമായിട്ട് ഉറങ്ങി. ഇപ്പോൾ എറണാകുളം എത്തി, ബാംഗ്ലൂരിൽ നിന്ന് കർണാടക നിന്ന് കേരളത്തിൽ കിടന്നു. പിന്നെ വേറെ കാര്യം ഉണ്ട് കേട്ടോ, ഇവർ തൃശ്ശൂർ ടൗണിൽ കൂടെ ഒക്കെ കറങ്ങി ആളൊക്കെ അവിടെ കിടക്കാളൊക്കെ ഡ്രോപ്പ് ചെയ്ത്. സാധാരണ വണ്ടികൾ എന്താ വെച്ചാൽ തൃശ്ശൂർ ടൗൺ കയറില്ല അല്ലേ, ഹൈവേ കൂടെ വേറെ വണ്ടികൾ ഹൈവേ സൈഡിൽ ആൾ ഡ്രോപ്പ് ചെയ്ത് വരിക. അവർ തൃശ്ശൂർ ടൗണിൽ കൂടെ ഒക്കെ കയറി കറങ്ങിയിട്ടാണ് വരുന്നത്. വേറെ സംഭവം പറയണത് വെച്ചാൽ ഈ ദാമോദർ ബോഡീൻ്റെ കംഫേർട്ടാട്ടോ എനിക്ക് കുറച്ചുകൂടി ബെറ്ററായി തോന്നി. യാത്ര കംഫേർട്ട് ഇപ്പോൾ BS6 വണ്ടി തന്നെയാണ് ഇതും. അപ്പോൾ ക്യാപ്പല്ലയിൽ നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ട്. ഇതിൽ എല്ലാവരും കുറച്ചുകൂടി ബെറ്ററായി തോന്നി. ഇപ്പോൾ ഡ്രൈവർ അതിനകത്ത് അത്യാവശ്യം നല്ല രീതിയിൽ ഓടിച്ചു കഴിഞ്ഞാലും നമ്മൾ അറിയുന്നില്ല, കംഫർട്ടായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ട്. പിന്നെ വേറെ സംഭവം എന്താ വെച്ചാൽ ഇവിടെ കണ്ടില്ലേ ചാരാനൊക്കെ ഒരു പ്രത്യേക രീതിയിലാണ് അല്ലേ, ഈ വോൾവോലൊക്കെ ചെയ്യുന്ന പോലെ ഒരു സെറ്റപ്പിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. കൊള്ളാം, മൊത്തത്തിൽ കൊള്ളാം. പിന്നെ AC-യുടെ തന്നെയൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു രീതിയിലാണ് AC ബെൻഡ് കാര്യങ്ങൾ വരുന്നത്. നല്ല തണുപ്പാട്ടോ, അടച്ചു നല്ല തണുപ്പുണ്ട്. ഇവിടെ ഉണ്ട്, കാലിൻ്റെ അവിടെ ആയിട്ടുണ്ട്, മേലെ ആയിട്ടുണ്ട്. ഇവിടെ പിന്നെ പറയാത്തിന് ഇവിടെ ലൈറ്റിങ് കാര്യങ്ങൾ അത് വരുന്നുണ്ട്. ചാർജിങ്ങിന് ഡയറക്റ്റ്, അതായത് നമുക്ക് ഡയറക്റ്റ് ഇങ്ങനെ പ്ലഗ് കുത്താം. അതെ, C ടൈപ്പ് അല്ല, കണ്ടില്ലേ. പിന്നെ മൊബൈൽ വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ആപ്പിളിൻ്റെ ചാർജറൊക്കെ ആണെങ്കിൽ നേരിട്ട് കുത്താൻ പറ്റും. ആപ്പിളല്ല ഇപ്പം എല്ലാം ഇങ്ങനത്തെ ഡെവലപ്പിനല്ല വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് വണ്ടിയുടെ കാര്യങ്ങൾ. നമ്മൾ 13 15 അല്ലേ നമ്മളെ ബർത്ത്, 13 14 കണ്ടോ. ബോളിൽ നിന്ന് ഈ കാഴ്ചകൾ ഇങ്ങനെ കാണുമ്പോൾ വേറെ ഫീലല്ലേ. ഇനിയിപ്പോൾ ഏതായാലും ഞങ്ങൾ ആലുവന്ന് ഇറങ്ങും. ആലുവന്ന് ഇറങ്ങിയിട്ട് ഇവർ വയറ്റിൽ പോയിട്ട് കാക്കനാട് പാലാരിവട്ടം വന്ന് കാക്കനാടിക്ക് പോവാം. കാക്കനാടാണ് ആൾട്ട്. അപ്പോൾ ഞങ്ങൾ ആലുവ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് വീണ്ടും അവരുടെ അടുത്തേക്ക് പോയി റണ്ണിങ് വിഷ്വൽസ് ഒക്കെ എടുക്കണം. ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് ചുറ്റാൻ കാണിച്ചു തരാം. എന്നിട്ടാണ് വൈൻഡപ്പ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിത് വീണ്ടും ക്യാബിലേക്ക് എത്തിയിരിക്കുകയാണ്. നമുക്ക് ഇറങ്ങാനുള്ള സ്റ്റോപ്പായി തുടങ്ങി ആലുവ ഇറങ്ങിയിട്ട് വീണ്ടും നമ്മൾ കാക്കനാട് പോകും വണ്ടിയുടെ ബാക്കി വിഷ്വൽസ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഡ്രൈവർ ഡ്യൂട്ടി പെരുന്തുറയിൽ നിന്ന് ശരിക്കും നമ്മുടെ അരുണേട്ടൻ മാറി സുധീഷേട്ടൻ ഡ്യൂട്ടി എടുത്തായിരുന്നു. പക്ഷേ വീണ്ടും ഡ്യൂട്ടി മാറിയില്ല അതുപോലെ. അതായത് ചാലക്കുടി വെച്ചിട്ട് സുശേടം മാറിയില്ലേ, ഡ്യൂട്ടി മാറി. വീട് അവിടെയാണല്ലേ, വീട് ചാലക്കുടി കഴിഞ്ഞിട്ട് കുറ്റിച്ചിറ എന്ന സ്ഥലത്താണ്. ഇനിയിപ്പോൾ വൈകിട്ട് തിരിച്ചു പോകുമ്പോൾ ചാലക്കുടി തന്നെ കയറും. അപ്പോൾ
പറയാം നമ്മളിതാ കാക്കനാട് നമ്മുടെ സെറയുടെ പാർക്കിങ്ങിന്റെ ആ ഒരു ഏരിയയിലേക്ക് എത്തിയിരിക്കുകയാണ് അല്ലേ നിമല? ട്രിപ്പൊക്കെ കഴിഞ്ഞില്ലേ? ഇപ്പോഴാണ് ദാമോദർ ബോഡിയുടെ അഴക് നമുക്ക് ശരിക്കും നേരം വെളുത്ത് പകലല്ലേ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് രാത്രി കാലങ്ങളിലാണ് ഈ വണ്ടി ഏറ്റവും കൂടുതൽ കാണുന്നത് ലൈനില്. പക്ഷെ ഇന്നലാണെന്നുണ്ടെങ്കിൽ നൈറ്റിലാണ് കണ്ടത്. പക്ഷേ ഈ പകല് കാണുമ്പോൾ വേറൊരു അഴക്. അതെ. പിന്നെ വേറെ സംഭവം എടുത്തു പറയാനുള്ളത്, ഇപ്പം ആൾറെഡി വണ്ടി ബാംഗ്ലൂരിൽ നിന്ന് ഇവിടെ അതായത് കേരളം വരെ കാക്കനാട് വരെ ഓടി വന്നിരിക്കുകയാണ്. അതിൻ്റെതായിട്ടുള്ള ചളികളും കുറ്റങ്ങളും കുറവുകളും ഉണ്ടാവും. അതെ. ഉള്ളിലാണെങ്കിൽ പോലും വണ്ടി ഇന്നലെ ഫുള്ളായിരുന്നു. അപ്പോൾ എല്ലാ ബർത്തും യൂസ്ഡ് ആണ്. അപ്പോൾ നമ്മൾ കാണിക്കുന്നതിൽ ചില പരിമിതികൾ ഉണ്ടാവും, അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം അല്ലേ നിമല? പിന്നെ മച്ചാന്മാരെ നമ്മൾ ആദ്യമായിട്ടാണ് അതായത് ദാമോദർ ബോഡി ചെയ്യുന്നത്. D4 ദാമോദർ. നമ്മൾ മുന്നേ ഒരു വീഡിയോയിൽ ചെറിയൊരു കൺഫ്യൂഷൻ പറഞ്ഞു, പക്ഷേ അതിൽ നമ്മൾ എന്താ പറയാ ആ തെറ്റ് നമ്മൾ തിരുത്തുന്നു. അതെ, D4 ദാമോദർ ആണ്. അപ്പോൾ ഡിസൈൻ എങ്ങനെയുണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിത് കാണുമ്പോൾ ഡിസൈൻ അല്ലേ? ഇത് എനിക്ക് കാണുമ്പോൾ ഫസ്റ്റ് ഓടുന്നത് നമ്മുടെ പ്രകാശിന്റെ പഴയൊരു ഡിസൈൻ ഉണ്ടല്ലോ, നമ്മുടെ ചതിക്കാത്ത ജന്തു പറഞ്ഞ സിനിമയിലൊക്കെ ഇങ്ങനെ രണ്ട് കൊമ്പ് താഴ്ന്നു വരുന്ന ആ ടൈപ്പ്. അതെ, ഇങ്ങനെ കൊമ്പ് വരുന്ന ടൈപ്പ്. അപ്പോൾ ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ 2 തട്ടായിട്ട് വരുന്ന ഹെഡ്ലൈറ്റ്, അതിൻ്റെ മേലെയായിട്ട് കൊടുത്തിട്ടുള്ള ഇൻഡിക്കേറ്റർ, പിന്നെ താഴെ ഒരു ഫോഗ് ലാമ്പ് കാര്യങ്ങൾ, പിന്നെ ഗ്രില്ല് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെങ്കിലും എല്ലാ വണ്ടികളും സെൻട്രൽ ഗ്രില്ല് കാര്യങ്ങൾ വരും അല്ലേ? അതെ. പിന്നെ ഡിസൈൻ എലമെന്റ് കൊടുത്താണ് ഭയങ്കരമായിട്ട് കട്ടിങ്ങും ഷാർപ്പും ചെയ്തിട്ടുള്ള ഒരു ഡിസൈൻ. എവിടെ നോക്കിക്കഴിഞ്ഞാലും കട്ടിങ്ങും ഷാർപ്പിങ്ങും. പിന്നെ സെറയുടെ ആ ഒരു ഫോണ്ടും കാര്യങ്ങളൊന്നും നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഒരു കോമൺ ഫോണ്ടും കാര്യങ്ങളൊക്കെ നല്ല രസമുള്ള ഒരു ഫോണ്ടാണ്. പിന്നെ അവരുടെ വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽ ഒക്കെ www.seratravels.com എന്നുള്ളത് അവരുടെ പേരിന് തൊട്ട് താഴെയായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അവരുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ട് തന്നെ ബുക്ക് ചെയ്യാൻ പറ്റും അല്ലേ നിമല? ബസ്സിലുണ്ടാവും. വെബ്സൈറ്റിൽ എല്ലാ വെബ്സൈറ്റിലും ഉണ്ട് ഇപ്പോൾ ആപ്ലിക്കേഷൻസ്. എനിക്ക് പറഞ്ഞാൽ ഈ ഒരു ഡിസൈൻ ഇല്ലേ, ഇതാണ് ദാമോദർ ബോഡിന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത്. ഒരു ഐഡന്റിറ്റിക്കൽ ആയിട്ടുള്ള ഡിസൈൻ ആണ്. ഇവിടെ ഇങ്ങനെ ഗ്ലാസ് ഇങ്ങനെ ഇവിടെ ഒരു കർവ്ഡ് ആയിട്ടില്ലേ, ഇത് ഒരു ത്രികോണാകൃതിയുള്ള ഒരു ക്വാർട്ടർ ഗ്ലാസ്സിലെ സംഭവങ്ങളാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടത്. പിന്നെ ഇങ്ങോട്ട് സൈഡിലേക്ക് വരും ഇത് ഇവരുടേതായിട്ടുള്ള രീതിയിലുള്ള കുറച്ച് സ്റ്റിക്കർ വർക്ക് കാര്യങ്ങളുണ്ട്, പക്ഷെ അത് സ്റ്റാൻഡേർഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അല്ലേ? അതെ, സ്റ്റാച്യു ഓഫ് ലിബർട്ടിയും അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതെ, ലോകാത്ഭുതങ്ങളാണ് എല്ലാം. താജ്മഹലുണ്ട്. താജ്മഹലുണ്ട്, ലോകാത്ഭുതങ്ങളെല്ലാം ഉണ്ട് തോന്നുന്നു. ചെരിഞ്ഞ ഗോപുരമുണ്ട്, പിന്നെ മറ്റേ ഇതില്ലേ ബ്രസീലിലെ സംഭവമുണ്ട്. മച്ചന്മാരെ മേലേക്ക് വരുമ്പോൾ ട്രെയിൻഡ് സ്റ്റാഫ്, കംഫർട്ട് സ്ലീപ്പർ, ഫുള്ളി എയർ സസ്പെൻഷൻ, AC വണ്ടിയാണ്, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി, വുമൺ സേഫ്റ്റി, എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. സംഭവം ഇതിൽ പറഞ്ഞൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അച്ചട്ടാണ്. പിന്നെ വേറെ കാര്യം എടുത്ത് പറയാം, അതായത് ട്രാവൽ കംഫർട്ട് പക്കയാണ് കേട്ടോ ഉള്ള കാര്യം. ആത്മാർത്ഥം നമ്മൾ ബാംഗ്ലൂരിൽ നിന്നിട്ട് യാത്ര ചെയ്ത ഒരു എക്സ്പീരിയൻസിൽ കൂടെ പറയാം. നമ്മൾ ഭാരത് ബൻസിൽ യാത്ര ചെയ്തിട്ടുണ്ട്. ക്യാപ്പല്ല, ഇപ്പോൾ ഏറ്റവും കൂടുതൽ ക്യാപ്പല്ല ആണല്ലോ. പ്രകാശിൽ യാത്ര ചെയ്തിട്ടുണ്ട്, സ്കാനിയർ ചെയ്തിട്ടുണ്ട്, വോൾവോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വോൾവും സ്കാനിയായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല, എന്നാലും കൂട്ടത്തിൽ ഭേദം എന്ന് പറയാം പല കാര്യങ്ങളും. അതിൻ്റെ കാരണം പറഞ്ഞിട്ടുണ്ട്. കാരണം ഡ്രൈവർ അരുൺ ചേട്ടൻ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതെ, അപ്പോൾ മൂപ്പരെ കൂട്ടി കാര്യങ്ങൾ സംസാരിക്കാം. അത് നമുക്ക് എന്തായാലും വണ്ടിയുടെ പുറത്തേക്ക് പോകാം. ഇവിടെ കുറച്ച് ചളിയുള്ളൊരു ഏരിയയാണ്. പിന്നെ കേരളത്തിൽ നല്ല മഴയായിരുന്നു. ബാംഗ്ലൂർ ഇടവിട്ടുള്ള മഴയുള്ളായിരുന്നു, പക്ഷേ കേരളത്തിൽ നല്ല മഴയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ബാക്കിലേക്ക് വരുമ്പോൾ മച്ചാന്മാരെ, ഇതാണ് നമ്മുടെ ദാമോദർ ബോഡിയുടെ ആ ഒരു ബാക്ക് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സെറയുടെ ഒരു ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ നല്ല രീതി, അതായത് സെറ ട്രാവൽസിൽ വലുതാക്കി തന്നെ റെഡ് ഇതിൽ സെറ എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അവരുടെ ലോഗോ ഉണ്ടോ, ലോഗോ ഒരു പ്രത്യേക ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് അല്ലേ? സെറയുടെ ഒരു ലോഗോ സിമ്പിളാണ് സംഭവം. ആ ഒരു S മേലെ ഒരു റെഡ് കളറിലും താഴെ ഒരു വൈറ്റ് ഇതിലൊക്കെ ആയിട്ട് കൊടുത്തിട്ടുള്ള ഒരു ലോഗോയാണ്. പിന്നെ ചുറ്റും സെറ ട്രാവൽസിലുള്ള ഒരു സംഭവം വരുന്നുണ്ട്. നല്ല രസമുണ്ട് ലോഗോ കാര്യങ്ങൾ കാണാൻ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് മച്ചന്മാരെ, ഇതിൻ്റെ കൂടെ തന്നെ പറയേണ്ട ഒരു സംഭവമാണ്, സെറയുടെ ഒരു 10 വണ്ടി ഇങ്ങോട്ട് വരാനുണ്ട്. അതെ, 10 ചേസ് പോയിട്ടുണ്ട്. അത് ഈ ബോഡി കെട്ടി വരുമ്പോൾ കാണാം. ഡീറ്റെയിലായിട്ട് നമ്മൾ പറയണില്ല, എന്താണ് പ്ലാൻ എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയാം. അതല്ല എൻ്റെ ത്രില്ല്. അതെ, അത് നമുക്ക് വഴിയെ കണ്ടറിയാം. അപ്പോൾ എന്തായാലും 10 അതായത് പല സ്ഥലങ്ങളിലാണ് ബോഡി വില്യം കൊടുത്തതെന്നാണ് നമ്മുടെ അറിവ്. എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയില്ല, എല്ലാം നമുക്ക് കണ്ടറിയാം. ഇവർ പറഞ്ഞാൽ മച്ചന്മാരെ ഉള്ളിലേക്ക് കയറാം. ഇനി ഉള്ളിൽ നമ്മൾ ആദ്യം തന്നെ പറയാം, ട്രിപ്പ് കഴിഞ്ഞു വന്ന വണ്ടിയാണ്, അതിൻ്റെതായ പരിമിതികളുണ്ടാവും. അതെ, നമ്മൾ ഒന്നും ചെയ്യാൻ അനുവദിച്ചിട്ടില്ല. ട്രിപ്പ് കഴിഞ്ഞു, നമ്മൾ ജസ്റ്റ് ക്ലീൻ ചെയ്യാനൊക്കെ നമുക്ക് തുടങ്ങിയിട്ടുള്ളൂ നമ്മുടെ രഞ്ജിത്തേട്ടനും ഇവരുടെ ടീം. അപ്പോൾ മച്ചന്മാരെ ഉള്ളിലേക്ക് കയറുമ്പോൾ നമ്മൾ ചെരുപ്പ് തൽക്കാലം ഇവിടെ ഊരി വെക്കുകയാണ്. ഇതാണ് നമ്മുടെ ക്യാബിൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഇന്നലെ ക്യാബിന് കാണിച്ചാണ്, പക്ഷേ രാത്രിയായിരുന്നു. ഇപ്പോൾ പകൽ വെട്ടത്തിൽ നമ്മൾ ഒന്നും കൂടി കാണിക്കാം അതേപോലെ. ഇതാണ് ക്യാബിൻ, അശോക് ലൈലാൻഡ് വണ്ടിയാണ് കണ്ടില്ലേ. V6 ലൈലാൻഡ് ഒരു സ്റ്റിയറിംഗ്, മീറ്റർ കൺസോൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. വണ്ടി ആൾറെഡി എത്ര ഇടാൻ ഓടിയെന്ന് പറഞ്ഞാൽ സപ്പോർട്ട് പറഞ്ഞിട്ട് 1,80,000 കിലോമീറ്ററുള്ള വണ്ടി ആൾറെഡി ഓടിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഒരു ഓവറോൾ ക്യാബിൻ. നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരു ബർത്ത് കാര്യങ്ങൾ, അതായത് നമ്മുടെ ക്യാബിനിൽ തന്നെ ഒരു ബർത്ത് ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു സംഭവം ഇത് ഇവിടെ നിന്ന് നിവർത്തി കഴിഞ്ഞാൽ ഇതും
ഇവിടെ ഒരാൾക്ക് സുഖസുന്ദരമായിട്ട് കിടക്കല ഇവിടെ. അതെ, ആവർത്തന വിരസതയാണെന്ന് അറിയാം. നല്ല പിന്നെ രാത്രി ആയതുകൊണ്ട് കറക്റ്റ് കിട്ടിയിട്ടുണ്ടാവില്ല തോന്നുന്നു പറയാം. റണ്ണിങ് അല്ലേ? പിന്നെ വേറെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇഷ്ടം പോലെ ക്യാമറയാണ്. ക്യാബിൽ തന്നെ 4 ക്യാമറ, 2 അവിടെ, 1 ഇവിടെ, 1 ഇവിടെ. അതാണ് സെക്യൂരിറ്റി, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി. മേസിന്റെ ഫ്ലോവർ അവിടെ കൊടുത്തിട്ടുള്ളത്. അവിടെ 2 ഫ്ലോവർ അല്ലേ? അതെ, ഇവിടെ ഉണ്ട് ഫ്ലോവർ. ഓക്കെ. പിന്നെ ഇവിടുത്തെ നമ്മൾ ആൾറെഡി പറഞ്ഞു, അതായത് സെപ്പറേറ്റ് മടക്കൊക്കെ ഉണ്ടായി. ഇപ്പോൾ നല്ല ഇത് കണ്ടില്ലേ, ഒരു പക്ക സ്റ്റാൻഡേർഡ് സംഭവം. അതായത് ബാക്ക് റെസ്റ്റും കൊടുത്തിട്ടുണ്ട്, ഇരിക്കാനും നല്ല കുഷ്യനുള്ള സീറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഉള്ളിലേക്ക് കിടക്കാം. ഉള്ളിലേക്ക് കിടക്കുമ്പോൾ ഇതാണ് നമ്മുടെ ദാമോദർ ബോഡിയിലെ നമ്മുടെ സെറ ട്രാവൽസിൻ്റെ ഒരു ഇൻറ്റീരിയർ വരുന്നത് കേട്ടോ. നമ്മൾ ആൾറെഡി പറഞ്ഞു ട്രിപ്പ് കഴിഞ്ഞ് വന്ന വണ്ടിയാണ്, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പരിമിതികൾ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ബർത്ത് ഇതല്ലായിരുന്നു, ഇല്ല നമ്മുടെ ബർത്ത് അതായിരുന്നു 13, 14. അപ്പോൾ കിടന്നിട്ടും ഇരുന്നിട്ടും ഉള്ള എക്സ്പീരിയൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ. അതെ, അപ്പം വൈബാണ്, എന്നാലും കംഫേർട്ടാണ്. നമുക്ക് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും സ്ലീപ്പർ എന്ന് പറയുമ്പോൾ കംഫേർട്ടാണല്ലോ. അതിൽ കുറച്ചുകൂടി ഈ സെഗ്മെന്റിൽ കുറച്ചുകൂടി ബെറ്റർ ആണ് ദാമോദർ ബോഡി എന്ന് ഫീൽ ചെയ്തു നമുക്ക്. അതുകൊണ്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് അറിയില്ല, പക്ഷേ ട്രാവൽ കംഫേർട്ട് പക്കയാണ് അല്ലേ. ബാക്കി ഇനിയിപ്പോൾ എന്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ആധികാരികമായിട്ട് നമുക്കറിയില്ല, പക്ഷേ നല്ല രീതിയിൽ ഉറങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാ. യെസ്. അപ്പോൾ ഇതാണ് ഒരു ഓവറാൾ. അതായത് നമുക്ക് ചാരി ഇരിക്കാനാണെങ്കിൽ പോലും ഇത് കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് ചാരി ഇരിക്കാൻ പറ്റും, കണ്ടില്ലേ. പിന്നെ തലയണ കാര്യങ്ങളൊക്കെ വെച്ച് സുഖസുന്ദരമായിട്ട് കിടന്നുറങ്ങാൻ നല്ല എക്സ്പേസ് ഉണ്ട് അല്ലേ. നമ്മൾ കിടന്നു കഴിഞ്ഞാൽ അതും എടുത്ത് പറയണം കേട്ടോ. ഇവിടെ ചെറിയ സ്ലോപ്പ് കൊടുത്തുകൊണ്ട് നല്ല ഹൈറ്റുള്ള ആൾക്കാർക്കും ഭയങ്കര സുഖസുന്ദരമായിട്ട് ഏത്. അതെ, മറ്റേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്ലോപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കാല് മുട്ടും. ഏത് നമ്മള് ഇവിടെ ഇങ്ങനെ സ്ട്രെയിറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ല. നല്ല ഒരു 6 അടി ആ ലെവലിലൊക്കെ ഹൈറ്റുള്ള ആൾക്കാരെ കാര്യം പറഞ്ഞിട്ടോ. പിന്നെ ഇവിടെ മറ്റേ നമ്മുടെ ബാഗ് കാര്യങ്ങളൊക്കെ വെക്കാനുള്ള സ്പേസ് ഉണ്ട്, വാട്ടർ ബോട്ടിൽ വെക്കാനുള്ള സ്പേസ്, വാട്ടർ ബോട്ടിലൊക്കെ വരെ ഓൾറെഡി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ മേലെ കയറാൻ കോണി കാര്യങ്ങൾ ഇതുണ്ടല്ലേ, കോണി കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. AC ബ്ലോവർ കാര്യങ്ങളൊക്കെ നമ്മൾ ആൾറെഡി കാണിച്ചതാണ്. ചാർജിങ്ങിൻ്റെ ഇത് ലൈറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ആൾറെഡി കാണിച്ചതാണ്. പിന്നെ എമർജൻസി ഡോർ കാര്യങ്ങളൊക്കെ ഇവിടെ ആയിട്ട് വരുന്നത് ഏറ്റവും പുറകിലായിട്ട്. ഇത് ഇവർക്ക് ക്ലീൻ ചെയ്യാനും സുഖമാണ്. വെള്ളത്തിന്റെ കാര്യം എടുത്തു പറയണേ, ഇൽഹക്വ എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ് കൊടുത്തിട്ടുണ്ട്. ഇത് കേരള സർക്കാർ ഉൽപ്പന്നം, സർക്കാരിന്റെ സാധനമാണ്. അതാണ് കാര്യം. ഇവിടെ കണ്ടില്ലേ, ഇവിടെയൊക്കെ അവരുടെ ഒരു ബാഡ്ജിങ് ഉണ്ട്, സെറ ട്രാവൽസ്. ഇവിടെ ബർത്തിന്റെ ഇതൊക്കെ ഇവിടെയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പർ ബർത്ത് യു എന്ന് കൊടുത്ത അപ്പർ ബർത്ത്, എൽ എന്ന് കൊടുത്ത ലോവർ ബർത്ത്. ഇതിലാ പ്രശ്നങ്ങളൊന്നുമില്ല. വേക്കത്തെ ബർത്തിനും ഇതുണ്ട്, ബ്ലോവർ ഉണ്ട്. AC ബ്ലോവർ ഇവിടെ ഉണ്ട് അല്ലേ. അതെ, ഏറ്റവും പുറകിൽ ലാസ്റ്റത്തെ ബർത്തിന് പല വണ്ടികളും തിരിച്ചു കൊടുക്കാറുണ്ട്. ഏത് ഇവിടുന്ന് അങ്ങോട്ട് കിടക്കുന്ന രീതിയിൽ. ഇത് സാധാ പോലെ തന്നെ കേട്ടോ. യെസ്. അപ്പോൾ ഇത്രയൊക്കെയാണ് മച്ചന്മാരെ ഉള്ളിലെ കാര്യങ്ങൾ പറയാനുള്ളത്. വേറെന്താ പറയാൻ? വേറെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്നുമില്ല പോരി. പിന്നെ ചേട്ടന്മാർ നല്ല എക്സ്പീരിയൻസ് ഇതുണ്ടോ, ഈ മെറ്റീരിയൽ യൂസ് ചെയ്ത കളർ കോമ്പിനേഷൻ ഫുള്ള് ഗ്രേ കോമ്പിനേഷനിലാണ്. റെക്സിനാണെന്നുണ്ടെങ്കിലും ഈ മെറ്റീരിയൽ ആണ്. അതെ, അതൊക്കെ ഓരോ ട്രാവൽസിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. കഴിഞ്ഞ ദിവസം നമ്മള് പ്രവാസിന്റെ മീറ്റപ്പിന് പോയില്ലേ, പ്രോഗ്രാമിന്, അതിലുണ്ടായല്ലോ കറക്റ്റ് ഏതൊക്കെ. അത് വീഡിയോയിൽ എല്ലാം കാണിച്ചിട്ടില്ല, അത് നമ്മള് അതിൽ കവർ ചെയ്തിട്ടില്ല. ഇത് കണ്ടില്ലേ, ചേട്ടൻ ട്രിപ്പ് കഴിഞ്ഞ് വന്നിട്ട് സെറ ട്രാവൽസിന്റെ ഒരു ഇതാണിത്. അതിനകത്ത് ഓരോ കാര്യങ്ങളും നോട്ട് ചെയ്ത് വെക്കുകയാണ്. എന്തൊക്കെയുണ്ട് വർക്ക് റിസൾട്ട്, എന്തൊക്കെയുണ്ട് കംപ്ലൈന്റും കാര്യങ്ങളും എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവര് റിപ്പോർട്ട് ചെയ്യും. അത് വൈകുന്നേരത്തിനുള്ളിൽ ക്ലിയർ ചെയ്തിട്ട് വണ്ടി എടുക്കുള്ളൂ. സാറൊക്കെ ഇഷ്ടംപോലെ വണ്ടി ഇല്ലല്ലേ, മാറ്റി വിടാനൊന്നും ഒരു പ്രശ്നമില്ല. വന്നു ഞാൻ വന്നു. ഓക്കെ. അപ്പൊ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ചേട്ടന്മാരോട് ചോദിച്ചറിയേണ്ടതുണ്ട് അല്ലേ. അരുൺ ചേട്ടനോട് എനിക്ക് ചോദിക്കാമല്ലോ. അത് ചേട്ടാ, നമ്മൾ ഒരുപാട് വണ്ടികൾ യൂസ് ചെയ്തിട്ടുണ്ട്, പല ഇപ്പോൾ പ്രകാശ് ആയിക്കോട്ടെ, പല ബോഡി. എങ്ങനെയുണ്ട് ദാമോദർ? കുഴപ്പമില്ല. ബോഡി വെയിറ്റ് കൂടുതലുള്ള വണ്ടിയാണ്, റോഡിൽ അനങ്ങാണ്ട് നിന്നോളും വണ്ടി. ബോഡി വെയിറ്റ് കൂടുന്നതിന് യാത്രാസുഖം കൂടുതലുള്ളൂ വണ്ടിക്ക്. നമ്മൾ പേഴ്സണലായിട്ട് എക്സ്പീരിയൻസ് ചെയ്തതാണ്, ഭയങ്കര കംഫർട്ടാണ്. അപ്പോൾ ഓടിക്കുമ്പോഴും ആ ഒരു കംഫർട്ട് ഉണ്ട്. കംഫർട്ട് ഉണ്ട് തീർച്ചയായിട്ടും. എങ്ങനെയുണ്ട് ഇപ്പോൾ ലൈലാൻഡ്? ബോഡി വെയിറ്റ് കൂടുതലാണ്, അതനുസരിച്ച് കൊണ്ടുപോയി കിടക്കണം. പ്രകാശിനേക്കാളും ഒരു 50%, 60% വെയിറ്റ് കൂടുതൽ വരും. അതനുസരിച്ച് കൊണ്ടുപോയി കിടക്കണം. വെയിറ്റ് കൂടുന്ന വണ്ടി ആയത് കാരണം അത്രേ ഉള്ളൂ. ഉള്ളിലുള്ള ആൾക്കാർക്കൊക്കെ സുഖമായിരിക്കും, കുഴപ്പമൊന്നുമില്ല. ഡ്രൈവിങ് കുഴപ്പമൊന്നുമില്ല, വണ്ടി ഒലയൊന്നുമില്ല, അങ്ങനെ തന്നെ നിന്നോളൂ റോഡിൽ. സ്റ്റേബിൾ ആണല്ലോ വണ്ടി. സ്റ്റേബിളാണ് വണ്ടി. ഇവിടെ കൂടെ സെറേൻ്റെ കൂടെ എത്ര കൊല്ലമായി? ഞാൻ ഇപ്പോൾ 1 കൊല്ലമാണ്. 1 കൊല്ലമായില്ലേ. പുതിയ 10 ചേസൊക്കെ പോയിട്ടുള്ളത്. നമ്മുടെ 13.5 മീറ്റർ തന്നെയാണ് പോയിരിക്കണം, ഫുൾ എയർ. 13.5 പോയി. അത് ബാക്കി 4-12. അത് ലൈൻ ബസ്സും ഉണ്ടായിരുന്നു, എല്ലാ വണ്ടിയും ഉണ്ടല്ലോ, ടൂറിസ്റ്റ് ഉണ്ട്, ലൈൻ ബസ്സും ഉണ്ട്. എടുത്തപ്പോൾ ഒരുമിച്ച് എടുത്തു, 10 എടുത്തത്. അതെവിടെ ബോഡി കിട്ടുന്നത് എവിടെയൊക്കെയാ ഇപ്പോൾ? അത് ദാമോദറിൽ, MGയിൽ, പിന്നെ പ്രകാശിലുണ്ട്. ലൈൻ ബസ് അവിടെ കൊണ്ടോടിയിൽ തന്നെ അടിച്ചു. അത് ഓൾറെഡി ഇറങ്ങിയത്, അതൊക്കെ പെട്ടെന്ന് പണി തീർന്നത്. ലൈനിലായി. അത് എത്ര ഉണ്ടായിരുന്നു? അത് 2 വണ്ടി അല്ലേ. കൊണ്ടോടിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് നമ്മളൊരു കൊണ്ടോടി ബോഡി വെച്ചിട്ട് ഒരു ടൂറിസ്റ്റ് ബസ് ഇല്ലേ നമുക്ക്? നമുക്കുണ്ട്. അത് ഞങ്ങൾ ഒരുപാട് ശരിയാട്ടോ. കൊമാഡോ
ആ വണ്ടിയുടെ പേര് കൊമാട എന്നുള്ള മോഡൽ. ഞങ്ങൾ നാളെ നിങ്ങൾ പിന്നെ എരുമേലി ഡ്യൂട്ടി ഉള്ളവർക്ക് കറക്റ്റ് അറിയാൻ പറ്റും. എരുമേലി ഞങ്ങൾ എറണാകുളം വണ്ടി തന്നെയാണ്. നമ്മളൊരു കാലത്ത് ടൂറിസ്റ്റ് വണ്ടികൾ മാത്രമായിരുന്നു. അപ്പൊ ആ വണ്ടി റിവ്യൂ ആണെന്ന് പറയാൻ വിചാരിച്ചിട്ടുണ്ട്. ചേട്ടനോട് പറയണം, ചേട്ടനോട് പറഞ്ഞിട്ട് അതിന്റെ റിവ്യൂ സെറ്റ് ചെയ്യാം. ചേട്ടൻ എത്ര അല്ലേ? ഞാൻ 2 കൊല്ലം മേലെ. 2 കൊല്ലത്തിന് മുകളിലായി. ഏകദേശം തുടക്കം തൊട്ടേ ഉണ്ട് പുള്ളി. എന്ത് വേണം? സീനിയർ സീനിയർ അല്ലേ? സീനിയർ അല്ലേ? പിന്നെ നമ്മൾ സുധീഷ് ചേട്ടനാണല്ലോ ഇറങ്ങി ഇടയ്ക്ക്. സുധീഷാണ് സ്റ്റാർട്ടിംഗ് തുടങ്ങി ഉണ്ടായിരുന്നു അവരുടെ കൂടെ, മുതലാളിമാരുടെ കൂടെ സ്റ്റാർട്ടിംഗ് തുടങ്ങി എന്ന് പറഞ്ഞാൽ നൈറ്റ് സർവീസിന്റെ ഇവിടുത്തെ ഇപ്പൊ മാനേജർ ശരിക്കുള്ള മാനേജർ ആരാ ഈ നൈറ്റ് സർവീസിന്റെ കാര്യം? സുധീഷേട്ടൻ എന്ന് പറഞ്ഞപ്പോ ചാലക്കുടി ഏരിയയിലൊക്കെ മെക്കാനിക് വണ്ടികൾക്ക് കംപ്ലൈന്റ് കാര്യങ്ങളൊക്കെ ആളെല്ലാം ചെയ്തു കൊടുക്കുന്ന ആളാണ്. ലൈനിൽ എന്ത് ഇഷ്യൂ യാത്ര ഒരു ഇത്ര കിലോമീറ്ററിനുള്ളിൽ എന്ത് ഇഷ്യൂ ഉണ്ടായാലും ചെയ്തു കൊടുക്കുന്ന ആളാണ്. കോർഡിനേറ്റ് ചെയ്യാൻ കഴിയും. വണ്ടി ഇപ്പൊ കംപ്ലൈന്റ് ചെയ്ത് തന്നെ ഓൾറെഡി വണ്ടി വീട് പിന്നെ നമുക്ക് സാറ് ട്രാവൽസ് ടൂറിസ്റ്റ് വണ്ടി അവിടെ ഉണ്ടല്ലോ ചാലക്കുടി. നമ്മുടെ ബസ് പറഞ്ഞ അവിടെ കിടന്ന ഓടുന്നത് തന്നെ ചാലക്കുടി ടൂറിസ്റ്റ് വണ്ടി അവിടെ ഓടുന്നത്. അത് ഞാൻ ഓൾറെഡി പറഞ്ഞു. എന്തുണ്ടെങ്കിലും ഇഷ്ടംപോലെ വണ്ടി ഉണ്ടല്ലോ, മാറ്റി മാറ്റി കൊടുക്കാം. പിന്നെ ഇനി പ്ലാനിങ് എങ്ങനെ, എപ്പോഴാണ് പുറപ്പെടുക, ബാക്കി കാര്യങ്ങളൊക്കെ? വൈകുന്നേരം 7 മണിക്ക് സ്റ്റാർട്ടിങ് അല്ലേ? എവിടെ നിന്ന് എടുക്കാം? ഇവിടുന്ന് വണ്ടി 7 മണിക്ക് ആള് കയറാണല്ലോ. ഫസ്റ്റ് ആൾ അവിടെ നിന്നായിരിക്കും. 8 മണി വൈറ്റില്ല. 7 മണിക്ക് ഇവിടുന്ന് എടുക്കും, പിന്നെ നേരെ വൈറ്റില സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ. നേരെ വൈറ്റില ചെന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് 7:30 ആകുമ്പോഴേക്കും 7:45 വൈറ്റില ചെല്ലും. ചിലപ്പോ പിക്കപ്പ് ഉണ്ടാവും, ചിലപ്പോ ഉണ്ടാവില്ല. കാക്കനാട് തോന്നിയാണ് പിക്കപ്പ് ശരിക്കും ഓൾറെഡി ഉള്ളത്. നിങ്ങൾ ശരിക്കും തൃശ്ശൂർ ടൗണ് കയറൂലേ? ടൗണ് കയറി ഇറങ്ങി വരുള്ളൂ. എല്ലാ വണ്ടികളും ശരിക്കും കയറില്ലല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും. അതല്ല ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോ ബാംഗ്ലൂർ ടൗൺ ഫുള്ള് ഇറങ്ങും നമ്മള്. അവിടെ ഫുള്ള് പിക്ക് ചെയ്തിട്ട് പോകും. അകത്തെ ടിക്കറ്റ് അവിടെ തന്നെ പിക്കപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഉള്ളേരിയയിൽ കറങ്ങുന്നില്ലേ, ടൗൺ മുഴുവൻ കറങ്ങുന്നില്ലേ, ആ മൈപ്പനഹള്ളി, മാർത്തഹള്ളി, കയറപുരം, ടീൻ ഫാക്ടറി, ഇവിടെ എല്ലാം ബാംഗ്ലൂർ മൊത്തം റൗണ്ട് അടിച്ചിട്ടാണ് അവിടെ. ഒരു പകുതിയുടെ മുകളിൽ ആൾക്കാരൊന്നും അങ്ങനെ ചെയ്യണില്ല. പക്ഷെ വണ്ടി ഇപ്പൊ അത് നമുക്ക് ആൾക്കാർ കുറവുണ്ടായിരുന്നാണ് ഇപ്പൊ അങ്ങോട്ട് ഒരു റൊട്ടേറ്റ് ചെയ്ത് ഇറങ്ങി വരുമ്പോൾ 20 പേരുണ്ടെങ്കിൽ 20 പേരും അവിടെ തന്നെ പക്കയൊക്കെ ഉള്ളല്ലേ. പുതിയ വണ്ടി ഇപ്പൊ ഏത് റൂട്ടായിരിക്കും? ബാംഗ്ലൂരിനെ ഇറങ്ങുമ്പോഴേക്കും സമയം ഉണ്ടല്ലോ അല്ലേ? ബാംഗ്ലൂർക്ക് എന്തായാലും ഒരു റൂട്ട് വരും. വണ്ടി നൈറ്റ് സർവീസ് ഓടുന്നുണ്ട് ബാംഗ്ലൂരുണ്ട്. നമുക്ക് ബാംഗ്ലൂർ മാത്രമല്ല, പയ്യാവൂർ വണ്ടി ഉണ്ട്, മണിമല പയ്യാവൂർ വണ്ടി ഉണ്ട്, വേറെ നമുക്ക് ഓടുന്നുണ്ട്. കേരളത്തിനകത്തുള്ള റൂട്ടുകളുണ്ട്. നേരത്തെ ഉള്ള സർവീസ് അതൊക്കെ. ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, ഇപ്പൊ ലൈനിൽ എത്ര ടോട്ടൽ വണ്ടികളുണ്ട്? എനിക്കറിയില്ല, 10-30 മറ്റേ ലൈൻ ബസ്സായിട്ട് ഒരു 10-20 ലൈൻ ബസ് ഉണ്ട്. നൈറ്റ് സർവീസ് ആയിട്ട് ഒരു 8 വണ്ടിയുണ്ട്. നമുക്കിപ്പോ 8 വണ്ടിയുണ്ട്. ഇപ്പൊ ഓടുന്നത് 2 എരുമേലൂരിന് 4 ഇത് 2. ഇവിടെ 4 ഉണ്ടായിരുന്നു, എറണാകുളം 4 ഓടിക്കൊണ്ടിരുന്നത്. അപ്പൊ അത് ഒത്തിരി പഴയതായി കഴിഞ്ഞപ്പോ അതും കൊടുത്തു. ഒരു സെഡോൺ ഒരു പെരുമ്പാവൂർ കൊടുത്തേക്കണം. പെരുമ്പാവൂർ ആസാം ഒറീസ ഓടിക്കൊണ്ടിരിക്കണം. ഇനി നമ്മുടെ ഇപ്പൊ പുതിയ വണ്ടി ഇറങ്ങൂലോ, അപ്പൊ അത് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും പുതിയ വണ്ടി കയറ്റി. പുതിയ വണ്ടി എറണാകുളം ബാംഗ്ലൂർ 2 മണി വരും, അതായത് ഇതിന്റെ ഒപ്പം വരാനായിട്ട്. എന്തായാലും അത്ര ഇതായിട്ട് കൊടുത്തൊന്നുമല്ല. അങ്ങനെ ആൾക്കാരെ എപ്പോഴും പുതിയ വണ്ടികൾ എപ്പോഴും അങ്ങനെയല്ല നോക്കൊണ്ടിരിക്കണം. അതാണ് നോക്കുള്ളൂ. റേറ്റിംഗ് നമുക്ക് ഉണ്ടെങ്കിലും വണ്ടി മാറി കഴിഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ അത് ഒരു ടൂറിസ്റ്റ് വണ്ടി വിളിക്കണമെങ്കിൽ 4 പ്രാവശ്യം വിളിച്ച് കഴിയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഒന്ന് പെയിന്റെങ്കിലും മാറ്റിയില്ലെങ്കിൽ അപ്ഡേഷൻ ചെയ്യൂലോ. ഒന്ന് സൗണ്ടോ ലൈറ്റ് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. കൂടുതൽ ദീർഘിപ്പിക്കണില്ല. സോ മച്ചന്മാരെ, ഇത്രയൊക്കെയാണ് നമ്മുടെ സെറ ട്രാവൽസിൻ്റെ ഈ ഒരു ദാമോദർ ബോഡിയിലുള്ള വണ്ടിയുടെ വിശേഷങ്ങൾ. അപ്പോൾ ഇവരെ കോൺടാക്ട് ചെയ്യുന്ന ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ, അവരെ വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽ, നമ്പർ കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുക്കാം. അപ്പോൾ കോൺടാക്ട് ചെയ്തോളാം. ബാംഗ്ലൂരോ ഒക്കെ പോകണ്ടെങ്കിൽ അല്ലേ നിങ്ങളെ നോക്കിയിട്ട് ഡയറക്റ്റ് വിളിക്കാനുള്ള നമ്പർ ഞാൻ കൊടുത്തേക്കാം കേട്ടോ. ബുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, നിങ്ങൾക്ക് ഡയറക്റ്റ് വിളിച്ചാൽ മതി അല്ലേ? സോ മച്ചന്മാരെ, ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വേണ്ടി ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കണും കൂടി അടിച്ചു പിടിക്കണമല്ലേ. മാത്രമല്ല ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് എന്നൊക്കെ നമുക്ക് എന്തായാലും ഫോളോ ചെയ്തേക്കാം. സോ മച്ചന്മാരെ, ദിസ് ഈസ് ടൈഗൂൺ സൈനിങ് ഓഫ്.